ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടൊരു പുളിശ്ശേരിയാണ്. ഞാനിവിടെ ഒരു പൈനാപ്പിളാണ് എടുത്തത്. അതിൻ്റെ മുക്കാൽ ഭാഗം അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പൈനാപ്പിള് ഞാനൊരു മിക്സീൻ്റെ ജാറിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് അരച്ചെടുക്കണം. അരച്ച് പാകാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരച്ച് വെച്ചത് നമ്മൾ വേവിക്കാൻ വെച്ച പൈനാപ്പിളും മുളകും ഇല്ലേ, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ വേകുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മുറി തേങ്ങയിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപേണ അരച്ചെടുക്കണം. ഇപ്പം നമുക്കൊരു പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സാധാരണ ശർക്കരയാണ് ഉപയോഗിക്കൽ. അപ്പോൾ ശർക്കര എൻ്റെ കയ്യിൽ തീർന്നു പോയതുകൊണ്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങേൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അധികം തിളയ്ക്കാതെ നന്നായിട്ട് ഇളക്കി തന്നെ അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനധികം പുളി കുറവുള്ള തൈരാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പുളിക്കനുസരിച്ച് പുളി കൂടിയ തൈരും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊന്ന് തൈര് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കിയിട്ട് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കണ്ട. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തൈരൊഴിക്കുന്ന ഭാഗം വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണേ, സോറി കേട്ടോ. ഇനി അടുത്ത് നമുക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഞാൻ അടുപ്പത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ലേശം ഉലുവയും കടുകും ഇട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് ഇളക്കി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം എണ്ണ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് താളിച്ചത് ഒഴിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.